നമസ്കാരം. ഞാനിപ്പോൾ കാണിക്കുന്നത് ശ്രീലേഖ IPSനെതിരെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസെടുത്തതിൻ്റെ FIRൻ്റെ കോപ്പിയാണ് കാണിക്കുന്നത്. അതായത് മുൻ DGP ആയിരുന്ന ശ്രീലേഖ IPSൻ്റെ പേരിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് 205/2026 നമ്പറിൽ 72 BNS 72 അതുപോലെ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് അമെൻഡഡ് 2012 ആൻഡ് 2019 പ്രകാരം 23, 23(2), 23(4) വകുപ്പുകൾ പ്രകാരം കേസ് എടുത്തതിൻ്റെ FIR ആണ്. R. ജയചന്ദ്രനാണ് ഇതിലെ പരാതിക്കാരൻ. അതിൽ വളരെ കൃത്യം സെക്രട്ടറി സിവിൽ റൈറ്റ്സ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് സൊസൈറ്റി റേഡിയൻസ് IRA 98 ATZ നമ്പർ 24/2797 മുത്തുസ്വാമി ലൈൻ ദേവസ്വം ബോർഡ് ജംഗ്ഷൻ തിരുവനന്തപുരം സിറ്റി എന്ന് പറയുന്ന ആ വ്യക്തിയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അത് സിവിൽ റൈറ്റ്സ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് സൊസൈറ്റി റേഡിയൻസിൻ്റെ സെക്രട്ടറിയാണ് അദ്ദേഹം. എന്തുകൊണ്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഇതിൻ്റെ FISൽ പറയുന്നുണ്ട്. ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 64 മുതൽ 71 വരെയുള്ള കേസുകളിൽ ഉൾപ്പെട്ട അതിജീവിതയുടെ പേര് വിവരവും സ്വഭാവവും മറ്റും അച്ചടിക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ പരസ്യപ്പെടുത്തുകയോ ചെയ്യരുതെന്ന് നിയമം നിലവിലിരിക്കെ ഈ നിയമത്തെക്കുറിച്ച് അറിവുള്ള പ്രതി ആയതിന് വിപരീതമായിട്ട് ഇയാളുടെ ബ്ലോഗ് പേജ് ശ്രീലേഖ PS blogspot.com-ലൂടെ 4/5/2016 കുറുപ്പമ്പടി പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ 909/2016 നമ്പർ കേസിലെ വിക്ടിമിൻ്റെ പേരുവിവരം മേപ്പടി ബ്ലോഗിലൂടെ വെളിപ്പെടുത്തിയും 17/3/2024 പ്രതി ഇയാളുടെ സ്നേഹം ശ്രീലേഖ എന്ന യൂട്യൂബ് ചാനലിലൂടെ മേപ്പടി കുറുപ്പമ്പടി പോലീസ് സ്റ്റേഷൻ ക്രൈം 909/2016 നമ്പറിലെ കേസിലെ വിക്ടിമിൻ്റെ പേരുവിവരവും മറ്റും വീണ്ടും പരസ്യപ്പെടുത്തിയും 14/8/2022 സസ്നേഹം ശ്രീലേഖ എന്ന യൂട്യൂബ് ചാനലിൻ്റെ 80ാം എപ്പിസോഡിൽ കിളിരൂരും കവിയൂരും പീഡന കേസുകളിലെ മരണപ്പെട്ട പൂർത്തിയാകാത്ത വിക്ടിമുകളുടെ പേരുവിവരവും വിറ്റിയാന്മാരുടെ മാതാപിതാക്കളുടെ പേരുവിവരങ്ങളും മേപ്പടി ചാനലിലൂടെ വെളിപ്പെടുത്തി ചാനലിലൂടെ വീഡിയോ സംപ്രേഷണം ചെയ്ത് പ്രതി മേൽ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ വളരെ ഗുരുതരമായ ഒരു കാര്യത്തിലേക്കാണ് ഇപ്പോൾ ഈ സംഗതിക്ക് ആവലേതിക്കാരൻ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തേർഡ് മുമ്പാകെ സമർപ്പിച്ച അന്യായം CIM ആയി ഫയൽ സ്വീകരിച്ച് 175(3) BNSS പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നതിലേക്കായി സ്റ്റേഷനിൽ അയച്ചു നൽകിയാൽ ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നേ ദിവസം 13/2/2026 മ്യൂസിയം പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ 205/2025 72 BNS സെക്ഷൻ 23(2) ഓഫ് പോക്സോ ആക്ട് പ്രകാരം ഞാൻ ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. CMP FIRനോട് ചേർത്ത് കോടതിക്കും പകർപ്പുകൾ യഥാക്രമം മേലാധികാരികൾക്കും അയക്കുന്നത്. അതായത് പോക്സോ നിയമപ്രകാരമാണ് അവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ BNS 72 പ്രകാരം കേസെടുത്തിരിക്കുകയാണ്. അതായത് നമ്മളെല്ലാവരും കണ്ടിരുന്ന ശ്രീലേഖ IPSൻ്റെ മുഖംമൂടി പിച്ചി ചീന്തുന്ന ഒരു കേസാണിത്. ഞാൻ ഈ ശ്രീലേഖ IPSുമായിട്ട് അടുത്ത ബന്ധമായിരുന്നു പറയാൻ പറ്റും. കാരണം എനിക്ക് അവരാണ് കൃത്യമായി കവിയൂർ കേസിലെ വിവരങ്ങൾ നൽകിയിരുന്നത്. അതിന് കാരണം കവിയൂർ കേസുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ട നാമരായണ നമ്പൂതിരിയും അതേപോലെ 5 അംഗ കുടുംബവും അതിലൊരു 16 വയസ്സുള്ള പെൺകുട്ടിയെ പിച്ചി ചീന്തിയിരുന്നു. ആ പിഞ്ചി ചീന്തിയ പെൺകുട്ടി 16 വയസ്സുള്ള പെൺകുട്ടി സുന്ദരിയും നർത്തകിയുമായിരുന്നു. അവരെ കോടിയേരി ബാലകൃഷ്ണൻ, MA ബേബി, അവരുടെ 2 മക്കൾ, അതേപോലെ കോട്ടയം പോലീസ് സൂപ്രണ്ട്, അതേപോലെ സിനിമാ നിർമ്മാതാവ് ജോയ് അലുക്കാസ് തുടങ്ങിയവർ പീഡിപ്പിച്ചു, ബലാത്സംഗം ചെയ്തു എന്ന് നിരവധി സ്ഥലങ്ങളിൽ ലതാ നായർ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു എന്നുള്ളതായിരുന്നു കേസ്. ഈ കേസിൽ ഞാനുമായി ബന്ധമുണ്ട്. കാരണം ഇതിൽ പ്രതിയായിട്ട് ഒരു സ്ത്രീ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് കവിയൂർ കേസിലെ ഈ കേസിൽ 5 അംഗ കുടുംബത്തെ കൊന്നതാണ്. അതിൽ 16 വയസ്സുള്ള പെൺകുട്ടിയെ ആ ദിവസം കൊല്ലുകയും ആ ദിവസം ആ കുട്ടിയുടെ രഹസ്യഭാഗത്ത് ശുക്ലസ്രാവവും ഉണ്ടായിരുന്നു. അതിനർത്ഥം അവരെ ബലാത്സംഗം ചെയ്തത് അപ്പോഴാണ് എന്നുള്ളതായിരുന്നു. അങ്ങനെ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴതിന് മുമ്പ് തന്നെ നമ്മുടെ ശ്രീമതി ടീച്ചർ പറഞ്ഞെന്താ, അത് ബലാത്സംഗമേ അല്ലാതെ ആ കുട്ടി കന്യകയായിരുന്നു എന്ന് അവർ ഡിക്ലെയർ ചെയ്തു. ഇത്ര പച്ചക്കള്ളം പറയുന്ന ഒരു വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. അതോടൊപ്പം അവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഇവരെല്ലാം ആത്മഹത്യ ചെയ്തതാണ്. എവിടുന്നാണ് അവർക്ക് വിവരം കിട്ടിയത്? ഇപ്പോൾ ഇതേപോലെ തന്നെ ഒരു കുറ്റമാണ് ഇപ്പോൾ ശ്രീലേഖ IPSും ചെയ്തിട്ടുള്ളത്. അവർ ചെയ്തത് എന്താണ്?
അവർ ചെയ്തത് ഒന്ന്, ഈ ശുക്ലവും ശുക്ലസ്രാവവും DNA ടെസ്റ്റിന് അയച്ചിരുന്നെങ്കിൽ ആരാണ് ഇതിന് ഉത്തരവാദി എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഏത് രാഷ്ട്രീയ നേതാവിൻ്റെ മകനോ അല്ല രാഷ്ട്രീയ നേതാവോ അവസാനം ആ കുട്ടിയെ ബലാത്സംഗം ചെയ്തത് എന്ന് കണ്ടുപിടിക്കാമായിരുന്നു. എന്നാൽ ശ്രീലേഖ IPS അത് ചെയ്തില്ല, DNA ടെസ്റ്റ് നടത്തിച്ചില്ല, അത് അട്ടിമറിച്ചു. അതോടൊപ്പം തന്നെ അവർ ചെയ്തെന്താണ്, ഈ കത്ത് CBIക്ക് കൊടുക്കാതെ പൂഴ്ത്തിവെച്ചു. ഈ കത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഹൈക്കോടതി കൊടുത്ത കത്താണ്. ഹൈക്കോടതിയിൽ ഒരു പെൺകുട്ടി ഈ പറയുന്ന കൊല്ലപ്പെട്ട ബലാത്സംഗം ചെയ്യപ്പെട്ട നാരായണ നമ്പൂതിരിയുടെ മകളുടെ ഫ്രണ്ട് അയച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഈ കത്ത് കിട്ടുന്നത്. ആ കത്ത് എന്ത് ചെയ്തു, കത്ത് നേരെ ഹൈക്കോടതിയിൽ കിട്ടുന്നു. ജസ്റ്റിസ് ബസന്തിന് വന്ന കത്ത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം DIG ശ്രീലേഖ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥയായിരുന്നു മേൽനോട്ടം വഹിച്ചിട്ട് അവർക്ക് കൈമാറുന്നു. എന്നാൽ ഈ കത്ത് പൂഴ്ത്തിവയ്പ്പിക്കപ്പെട്ടു, ഇത് അന്വേഷിക്കാനൊന്നും പറ്റില്ല. എന്നാൽ എൻ്റെ കോപ്പി ക്രൈമിനും സാവി മാഗസിനും കിട്ടുകയുണ്ടായി. പിന്നീട് MA ബേബി കോടതിയിൽ വിസ്തരിച്ചപ്പോൾ അത് അങ്ങനെ കത്ത് കിട്ടിയ കാര്യം അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. മാത്രമല്ല അദ്ദേഹം ആ കുറ്റം ചെയ്തു എന്ന് പോലും പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ വിസ്താരത്തിൽ. അങ്ങനെയുള്ള സംഭവത്തിൽ അവർ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന കാര്യത്തിൽ MA ബേബിയും MA ബേബിയുടെ കോടിയേരി ബാലകൃഷ്ണനും ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ശരിയായ അന്വേഷണം നടത്താതെ അവസാനം അവർ കൊടുത്ത മൊഴി എന്താ അറിയോ, ഈ കത്ത് ഇങ്ങനെ കിളിരൂർ കേസിന് വന്നതാണ്. എന്നാൽ അതിൻ്റെ ഉള്ളടക്കം ഇന്ന കാര്യങ്ങളുണ്ടെന്ന് പറയണ്ടേ. കിളിരൂർ കേസിൽ ഈ ലതാ നായർക്ക് വേണ്ടി, അതായത് അതിൽ പ്രതിയായ കവിയൂരിലെയും കിളിയൂരിലെയും പ്രതിയായ പിമ്പായ ലതാ നായർക്ക് വേണ്ടി ലതാ നായരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ, അല്ലെ മറ്റു പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ജസ്റ്റിസ് ബസന്തിന് വന്ന കത്ത്, ഈ കത്ത് DIG ശ്രീലേഖയ്ക്ക് കിട്ടിയ പൂഴ്ത്തിവെച്ചു. പിന്നീട് CBIക്ക് കൊടുത്ത നന്ദകുമാരനാർക്ക് കൊടുത്ത മൊഴിയിൽ ഈ കത്ത് കിളിരൂർ കേസിലേക്ക് വന്നതെന്ന് പറഞ്ഞു. എന്തായാലും അതിൻ്റെ ഉള്ളടക്കം പറഞ്ഞു കൊടുക്കണ്ടേ. ഇന്ന കത്താണ്, ഇന്നതിലുണ്ട്, ഈ കേസ് ഇതിന് ആവശ്യമാണ്. കവിയൂർ കേസിലെ കൊലപാതകത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്, ആ കുട്ടിയെ ബലാത്സംഗം ചെയ്തതിനെ കുറിച്ചുള്ള പറയുന്നത്, എന്തുകൊണ്ട് പറഞ്ഞില്ല? അത് അട്ടിമറിക്കാൻ വേണ്ടി അവർ കൂട്ടുനിന്നു. അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പോൾ പ്രതിയായി തീർന്നിരിക്കുന്നത്. കാരണം നിയമം അറിയുന്ന DGP ആയിരുന്ന ശ്രീലേഖ IPS ആണ് ഇപ്പോൾ അത് ചെയ്തിരിക്കുന്നതിനെക്കുറിച്ച് ഈ പരാതിക്കാരൻ പത്രങ്ങൾക്ക് കൊടുത്ത ഒരു കുറിപ്പുണ്ട്, അതൊന്ന് വായിക്കാം. മുൻ കേരള DGPയും തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറുമായ ശ്രീലേഖയ്ക്കെതിരെ FIR. ഡൽഹി നിർഭയ കേസ്, കിളിരൂർ, കവിയൂർ കേസുകൾ കൂടാതെ ഗോവിന്ദസ്വാമി പ്രതിയായ ട്രെയിനിൽ വെച്ച് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെയും പെരുമ്പാവൂർ പീഡന കേസിലെയും അടക്കം നിരവധി പീഡന കേസുകളിലെ പ്രായപൂർത്തിയായിട്ടില്ലാത്തടക്കമുള്ള ഇരകളുടെ പേരും മറ്റു വിശദാംശങ്ങളും വെളിപ്പെടുത്തി ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടനയുടെ സിവിൽ റൈറ്റ്സ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് സൊസൈറ്റി സെക്രട്ടറി R. ജയചന്ദ്രനാണ് ശ്രീലേഖയ്ക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പരാതിയുമായി തിരുവനന്തപുരം മ്യൂസിയം പോലീസിനെ സമീപിച്ചത്. എന്നാൽ മുൻ DGP ആയിരുന്ന ശ്രീലേഖയുടെ ശക്തമായ സ്വാധീനത്തെ തുടർന്ന് പോലീസ് FIR രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായിരുന്നില്ല. ഇതിനെ തുടർന്ന് പരാതിക്കാരൻ കോടതിയെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് തെളിവുകളിലും പരാതിയും പരിശോധിച്ച തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് 3 JFCM 3 കേരളത്തിലെ ആദ്യത്തെ വനിതാ DGP ആയി കൂടിയായിരുന്ന ശ്രീലേഖയ്ക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷിക്കാൻ ഉത്തരവിടുകയായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് ക്രൈം നമ്പർ 205/2026 FIR രജിസ്റ്റർ ചെയ്തത്. പരാതിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് M. അനിൽകുമാറാണ് കോടതിയിൽ ഹാജരായത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അവരുടെ കുറിപ്പാണ് ഞാൻ ഇപ്പോൾ വായിച്ചിട്ടുള്ളത്. എന്തായാലും ശ്രീലേഖ IPS ഇലക്ഷന് നിൽക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിന് തെളിയിക്കാവുന്ന ഒരു സുപ്രധാനമായ കാര്യമാണ്. ചിലപ്പോൾ വട്ടിയൂർക്കാവിൽ ശോഭാ സുരേന്ദ്രൻ തന്നെ മത്സരിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരങ്ങളും വരുന്നത്. കാരണം ശ്രീലേഖ IPS ഇപ്പോൾ ഈ ക്രിമിനൽ കേസിൽ പെട്ടതുകൊണ്ട് ഇനി കേസിൽ നിൽക്കാൻ സാധ്യത കുറവാണെന്നുള്ള വിവരം കൂടിയാണ് പറയുന്നത്. നന്ദി, നമസ്കാരം.